We keep on rolling. No, we ain't slowing it down. We ain't slowing down. On moving. We keep on moving along. We keep on rolling. Yeah. No, we ain't slowing it down. Let's go. We ain't slowing down, baby. Come and show me how. Gotta do it right now. You know you gotta hold me down. Cannot let the moment pass. Good things they never last. Pull up in a whip. You know I had to hit the gas. ഇതൊരു ട്രേഡിംഗ് പ്ലസ് വെഡ്ഡിംഗ് വ്ലോഗാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് അബ്രോഡുള്ളവരെല്ലാവരും ഗ്യാദർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. സോ വി ആർ ഗോണ ബി ഗ്യാദറിങ് ടുഗെദർ ആഫ്റ്റർ സോ ലോങ്. ഇപ്പം ഓരോരുത്തരായിട്ട് വന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്നത് കുറേ നാൾ കൂടിയിട്ടാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. സോ ഐ എം റിയലി എക്സൈറ്റഡ്. സോ ആ കൂട്ടത്തിൽ ഞാൻ ട്രേഡ്സ് എടുക്കുന്നുണ്ടായിരിക്കും. ഐ എം നോട്ട് ടേക്കിംഗ് മൈ ലാപ്ടോപ്പ് വിത്ത് മീ. ഐ വിൽ ബി ടേക്കിംഗ് മൈ ഐപാഡ്. സോ ലൂസിഡിനകത്ത് ഞാൻ അവരോട് എൻക്വയറി ചോദിച്ചിരുന്നു. ചില പ്ലാറ്റ്ഫോംസിനകത്ത് ആക്ച്വലി റൂൾസ് ഉണ്ട്, IP റൂൾസ് ഉണ്ട്. സോ വി കനോട്ട് ബി മൂവിങ് അറൗണ്ട് ആൻഡ് ട്രേഡിങ്, അങ്ങനെ എന്തെങ്കിലും റൂൾസൊക്കെ ഉണ്ട്. പിന്നെ സിസ്റ്റം മാറി ഉപയോഗിച്ചാലും സീനൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ അവരെ എൻക്വയറി ചെയ്ത് നോക്കി ആൻഡ് ദേ സെഡ് ദാറ്റ് ദർ ഇസ് നോ IP റെസ്ട്രിക്ഷൻസ്. സോ ഞാൻ എൻ്റെ ഐപാഡിനകത്തായിരിക്കും ട്രേഡ്സ് എടുക്കുന്നത്. ആൻഡ് കമ്പനിയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. സോ ഐ എം ഓൾസോ റണ്ണിങ് എ ബിസിനസ് ആസ് ഐ ടോൾഡ് യു ബിഫോർ ഇൻ മൈ പ്രീവിയസ് വ്ലോഗ്സ്. ഞാൻ കമ്പനി രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ടാസ്ക്കായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വ്ലോഗിനകത്ത് പറഞ്ഞിരുന്നു. ബട്ട് എവറിത്തിങ് ഈസ് സോർട്ടഡ്. നൗ ദ കമ്പനി ഈസ് ഓൺ. ഫൈനൽ ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു, പാർട്ട്നേഴ്സായിട്ടുള്ളവന്മാർ. അവർ വന്നു ആൻഡ് സൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒഫീഷ്യലി കംപ്ലീറ്റ് ആയി ആ പ്രോസസ്സ്. ഇനിയും കുറേ ലൈസൻസ് കാര്യങ്ങൾ എടുക്കാനുണ്ട്. പഞ്ചായത്ത് ലൈസൻസ് എടുക്കണം, GST എടുക്കണം, FSSI എടുക്കണം, പിന്നെ ലീഗൽ മെട്രോളജിയുടെ ലൈസൻസ് എടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ പാക്കേജിൻ്റെ കുറച്ച് ബാക്കി പരിപാടികളൊക്കെ എല്ലാം ബാക്കിയുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ആ ഹെക്ടിക് പാർട്ട്, ആ കമ്പനി രജിസ്ട്രേഷൻ എന്നുള്ള ഹെക്ടിക് പാർട്ടെങ്കിലും കഴിഞ്ഞ് കിട്ടി. ബാക്കിയുള്ളവരുടെ കേസിൽ ഇച്ചിരി എളുപ്പമായിരിക്കും. ബട്ട് എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഒരു 6-7 മാസത്തിൽ കൂടുതലായി എൻ്റെ ഈ സാധനം റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഒഫീഷ്യലി റൈറ്റ് നൗ ഇറ്റ് ഈസ് ബീങ് ഡൺ ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ഡോക്യുമെൻറ്റ്. LLP ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. കമ്പനീൻ്റെ പേര് നാടൻ ബ്രൂ. നമ്മൾ ടീ ബ്രാൻഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കോഫിയും കൂടെ ഒരു എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി ഇടുക്കിയിൽ നിന്നായതുകൊണ്ട് വി ഗെറ്റ് ദ ബെസ്റ്റ് സ്പൈസസ് അറൗണ്ട് us. സോ അത് ബ്ലെൻഡ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം. ഓൾറെഡി മാർക്കറ്റിൽ റൺ ചെയ്തുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് വെച്ചിട്ട് ആൾക്കാരുടെ ഒപ്പീനിയൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ കാർഡമം ടീ ഓൾറെഡി ചെയ്യുന്നുണ്ട്. സോ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കൊടുത്ത് ആൾക്കാർ നല്ല ഒപ്പീനിയൻസ് പറയുകയും കൂടുതൽ എൻക്വയറീസ് ഒക്കെ വരികയും ചെയ്തപ്പോഴത്തേനും വി തോട്ട് വി ഷുഡ് ബി റീബ്രാൻഡിങ് ഇറ്റ് അഗെയിൻ ആൻഡ് റീച്ച് മോർ ഓഡിയൻസ്. സോ സൂപ്പർ മാർക്കറ്റ്സ് എന്നുള്ളതിന് മാത്രം ഒതുങ്ങിക്കൂടാതെ എക്സ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഓൺലൈനായിട്ട് സെല് ചെയ്യാനുള്ള പോസിബിലിറ്റീസും നോക്കാം എന്നുള്ള രീതിയിലാണ്, ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ടൊരു ബ്രാൻഡായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഓർത്തത്. സോ നാടൻ ബ്രൂ എന്നുള്ളൊരു പേര് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് നാടൻ ബ്രൂ എന്ന് വായിക്കുമ്പോഴത്തേനും ഒരു കോഫി ബ്രാൻഡ് മാത്രമായിട്ട് തോന്നുന്നുണ്ട്. ബ്രൂയിങ് എന്നുള്ള പ്രോസസ്സ് വെച്ചിട്ടാണ് ആക്ച്വലി നാടൻ ബ്രൂ എന്ന് അത് നമുക്ക് പേര് എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതിൻ്റെ റീസൺ. സോ ഐ ഹോപ്പ് ടു ഹാവ് എ വണ്ടർഫുൾ ജേർണി ആൻഡ് ലേൺ എ ലോട്ട് അബൌട്ട് ബിസിനസ് ആസ് വെൽ ആസ് വി ട്രൈ ടു ലേൺ ടു റൺ എ ബിസിനസ്. എല്ലാം ചെയ്ത് നോക്കുമ്പോഴാണ് ഓരോന്ന് പഠിക്കുന്നത്. ട്രേഡിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയാതെ ഞാൻ പഠിച്ച് വരുന്നതാണ് നിങ്ങൾ ഇതിനകത്ത് കണ്ടു വന്നിരുന്നത്. സോ ജസ്റ്റ് ദ സെയിം വേ ഐ എം ഓൾസോ ട്രൈങ് ടു ലേൺ എ ബിസിനസ്. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ട് പോലും ബിസിനസ് റൺ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് എല്ലാം പഠിക്കാനുള്ള റിസോഴ്സസ് ഇപ്പം അവൈലബിൾ ആണ്. ഗൂഗിളുണ്ട്, ChatGPT ഉണ്ട്. സോ എവറിത്തിങ് ഇൻഫർമേഷൻ ഇസ് എവ്രിവെയർ. സോ അത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇഫ് ഐ കുഡ് ഡു ട്രേഡിങ്, ഇഫ് ഐ കുഡ് ലേൺ ട്രേഡിങ് ഫ്രം ദ ഇൻ്റർനെറ്റ്, ഐ കുഡ് ലേൺ ബിസിനസ് ടു. സോ ചെയ്ത് നോക്കാം. വെദർ ഇറ്റ്സ് സക്സസ് ഓർ എ ഫെയിലിയർ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എഫേർട്സ്. ചെയ്തിരിക്കുക, ട്രൈ ചെയ്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വിൽ ഗീവ് ഓൾ അവർ എഫേർട്സ് ഇൻ ടു ഇറ്റ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ ഈ വീക്ക് ഞാൻ എക്സൈറ്റഡ് ആണ്. സോ വിൽ ബി ഹാവിങ് മച്ച് മോർ ഫൺ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാനൊരു ക്യാമറ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതും വാങ്ങിയിട്ടുണ്ട്. സോ അതിനും ഞാൻ എക്സൈറ്റഡ് ആണ്. ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ്. ഞാൻ ബക്കറ്റ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്ത് വെച്ചൊരു സാധനമാണ് ഞാനിപ്പോൾ ടിക്ക് ചെയ്തേക്കുന്നത്. സോ മൈ ഡ്രീംസ് ആർ ബിക്കമിങ് റിയൽ എന്നൊരു ഫീലിംഗ് അകത്തോട്ട് വരുന്നുണ്ട്. സോ എവറിത്തിങ് ഇസ് ജസ്റ്റ് ഇൻ ദ റൈറ്റ് ട്രാക്ക്. Let's go. We ain't slowing down,
baby, come and show me how. Gotta do it right now, you know you gotta hold me down. Cannot let the moment pass, good things they never last. Pull up in a whip, you know I had to hit the gas. Yeah, that's premium, pull up with a team and I'm ain't worried about the other side. They know that they ain't beating, I'm on everything I love. Work to the man above, keep it cool, calm, collected. At this point you get the message. Life is hectic, but we gotta keep it rolling though. Gotta keep it grooving, keep it moving like we stole it though. Rolling with the punches, giving hits like we a Interscope. Even though I'm clocking, punching in, I'm independent though. Staying prayed up, ain't nothing gon' phase us. Ain't never gon' let a lame say what they just made up. I never take a pay cut, we getting what we worth in. I never change the blueprint cause we know it's really working. Keep on moving, Moving, we keep on moving along. keep it moving, keep on it rolling. rolling. No, we ain't slowing it down. Never slowing down, Keep never on moving. moving, We keep on moving along. moving, keep it moving, Keep keep on it rolling. rolling. No, we Keep ain't it rolling, keep it slowing moving. it We down. ain't never gon' lose it cause we in it for the movement. So today is 27th of July. ഇന്ന് അവൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. എൻ്റെ 2 ഫ്രണ്ട്സ് കൂടെ വരാനുണ്ട്. അവന്മാർ നാളത്തേന് വരും. എൻഗേജ്മെൻറ്റ് കൂടുന്നില്ല, വെഡ്ഡിങ് കൂടാൻ വേണ്ടിയിട്ട് അവന്മാർ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഒരുത്തൻ UK നിന്ന് വരും, ഒരുത്തൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട്. സോ അവന്മാരെ പിക്ക് ചെയ്യാൻ വേണ്ടി നാളെ പോകണം. ഇന്നിപ്പോൾ എൻഗേജ്മെൻറ്റിന് രാവിലെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ട്. ഞങ്ങളിനി ഡ്രസ്സപ്പായിട്ട് അങ്ങോട്ട് പോകണം. വൈകിട്ടായിരിക്കും ട്രേഡ്സ് എടുക്കുന്നത്. ബിക്കോസ് ആസ് യു നോ ഞാൻ ന്യൂയോർക്ക് മാത്രമേ എടുക്കാറുള്ളൂ. ആൻഡ് മൺഡേ കൂടിയാണ്. സോ നോക്കിയിട്ട് നല്ല ട്രേഡ് സെറ്റപ്പ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യുന്നുള്ളൂ. ഇന്നും കൂടെ ഞങ്ങളിവിടെ സ്റ്റേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നാളത്തേന് മാത്രമേ ട്രാവലിംഗ് ഉള്ളൂ. സോ വൈകുന്നേരം വന്ന് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ എന്തെങ്കിലും സ്ഥലം കാണാനുണ്ടെങ്കിൽ അവിടെ എല്ലാം പോയി ഒന്ന് കണ്ടിട്ട് കറങ്ങിയിട്ട് തിരിച്ച് വന്ന് വൈകുന്നേരം പീസ്ഫുള്ളായിട്ട് ഇന്ന് ട്രേഡ് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് നാളെ ഇനി അവന്മാരെ എയർപോർട്ടിൽ പോയി പിക്കപ്പ് ചെയ്യണം. ആൻഡ് വിൽ ബി ഹെഡിങ് ബാക്ക് ഹോം. വെഡ്ഡിങ് വരുന്നത് 30-ാം തീയതി, അതായത് ഈ വരുന്ന തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു. തേഴ്സ്ഡേ ആണ്. വെനസ്ഡേ ആയിരിക്കും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പം ടൈം ഓൾമോസ്റ്റ് ഒരു 10:30 ആയി. 11 ആണ് വെഡ്ഡിങ്. നമുക്കന്ന് അധികം ഒരുങ്ങാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഡ്രസ്സപ്പ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. സോ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ് ആൻഡ് ഐ ഷോ യു അറൗണ്ട്. Here in the crowd, I am so out of place. My heart on my sleeve and a smile on my face. Wishing for style for the cool kids to see. I'm just a misfit dreaming of what I could be. Oh, I wish that I was cool like them. But here I am, just me in my own skin. It's just me in my own skin. Me in my own skin. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിന് ഉടനെ തന്നെ പ്രൈസ് ഒന്ന് മുകളിലേക്ക് പുള്ള് ചെയ്തു. അതിനുശേഷം പ്രൈസ് താഴത്തേക്ക് തന്നെ പുഷ് ചെയ്തു. ESൻ്റെ കേസിൽ ഞാൻ ESലാണ് ട്രേഡ് എടുത്തത്. ഇതിപ്പോൾ 1:2 ഹിറ്റ് ചെയ്തതാണ് ഓൾറെഡി. ഒരു 2 ക്യാൻഡിൽ 10 മിനിറ്റ്സിൻ്റെ ഒരു ട്രേഡ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആയി. 15 മിനിറ്റ് അപ്പം തന്നെ അവിടെ ക്ലോസ് ചെയ്തു. ആ ക്ലോഷർ കണ്ടുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു 50% റെസ്പെക്റ്റ് ചെയ്തിട്ട് പ്രൈസ് ഒരു 3 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കയറി. സോ അവിടെ നിന്നായിരുന്നു എൻട്രി വന്നത്. സോ ഈ ഒരു 3 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എൻട്രി എടുത്തു. 1:2 ഇവിടെ 5 മിനിറ്റിൻ്റെ ഹൈ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് വെച്ച് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റോപ്പ് വെച്ചതിന് ശേഷം പ്രൈസ് 1:2 എയിം ചെയ്തു. വേറെ അധികം ഒന്നും എയിം ചെയ്യാൻ പോയില്ല. ഇവിടെ നമുക്ക് ഗ്യാപ്പ് അപ്പായിട്ടാണ് പ്രൈസ് ഓപ്പൺ ആയത്. ജസ്റ്റ് എ സെക്കൻഡ്. ഇത് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ആയത്. സോ ഗ്യാപ്പിനകത്തോട്ട് വരിക എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ ആദ്യം ഓർത്തെന്ന് പറഞ്ഞാൽ ഒരു ട്യൂസ്ഡേയിൽ വെനസ്ഡേക്കുള്ളിൽ മാത്രമേ ഗ്യാപ്പിനകത്തോട്ട് വരത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഓൾറെഡി മാർക്കറ്റ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ഡെയിലി പ്രൊഫൈലിൽ. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് ടാപ്പ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്യുന്നു. അവിടുന്ന് 1 അവറിൻ്റെ ഒരു ചേഞ്ച് സ്റ്റേറ്റ് നമുക്ക് ഓൾറെഡി തന്നു. സോ അലൈൻമെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ജസ്റ്റ് സെക്കൻഡ് ലോഡ് ആവട്ടെ. ചെയ്യാം. സോ അലൈൻമെൻറ്റിൽ നമുക്കൊരു 1 അവർ സ്ട്രക്ചർ താഴത്തേക്ക് തന്നു. സോ അതിപ്പം ക്ലോസ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം എനിക്ക് അപ്പോഴത്തേനും ഓൾറെഡി ക്ലോസ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം പുഷ് ചെയ്തായിരുന്നു. സോ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ ആ 15 മിനിറ്റിൻ്റെ ക്യാൻഡലിനെ റെസ്പെക്റ്റ് ചെയ്ത് 50% റെസ്പെക്റ്റ് ചെയ്ത് താഴത്തേക്ക് പോകുന്നുള്ള ഇൻറ്റൻഷൻ വെച്ചിട്ട് 1:2
എയിം ചെയ്തു. പെട്ടെന്ന് തന്നെ നമുക്കൊരു 1:2 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. സോ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. ഇന്ന് ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല, ഒരു ഒറ്റ ട്രേഡ് തന്നെ മതി. സോ നമ്മൾ ഡ്രോ ഡൗണിൻ്റെ മേലിലേക്ക് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഒരു സ്ലൈറ്റ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഒരു ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് $80 സംതിങ്. അതുകൊണ്ട് ഞാൻ ഇന്ന് അത് അതിൻ്റെ മണ്ടയിലേക്ക് കയറ്റണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ട്രേഡ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഒറ്റ ട്രേഡ് തന്നെ മതി. ഐ എം ഹാപ്പി ആൻഡ് ഡൺ. സോ ഇനി നാളെ മാത്രമേ ട്രേഡ്സ് എടുക്കത്തുള്ളൂ. ഇന്നത്തെ ട്രേഡ് ഞാൻ അതോടുകൂടി നിർത്തി. ബിക്കോസ് നാളെ ഞാൻ ട്രാവൽ ചെയ്യും കൂടെ ആയിരിക്കും. അപ്പം ചാർട്ട് വാച്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ്സ് എടുക്കുന്നുള്ളൂ. കാരണം പ്രോപ്പറായിട്ട് ചാർട്ടിന് ഫ്രണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ റെക്ലെസ് ആയിട്ട് പോയി ട്രേഡ് എടുക്കാനുള്ള ചാൻസസ് ഹൈ ആണ്. എസ്പെഷ്യലി എൻ്റെ കേസിൽ ഞാൻ ട്രാവൽ ചെയ്ത് ട്രേഡ്സ് എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചാർട്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു റഷിൻ്റെ പേരിൽ ഇന്നൊരു ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ട്രേഡ് എടുക്കുവാണെങ്കിൽ ആക്ച്വലി അത് കുളവാകാറുണ്ട്. സോ ഞാൻ നോക്കിയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. നാളെ എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബിസി ആയിരിക്കും. ഞാൻ കുറച്ച് പ്ലാൻസ് ഫ്രണ്ട്സായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിനൊക്കെ പോകാം. എൻ്റെ 2 ഫ്രണ്ട്സ് അബ്രോഡിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അവർ ആക്ച്വലി ലേറ്റ് നൈറ്റാണ് വരുന്നത്. ഒരാൾ ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് ആകുമ്പോഴത്തേനുമാണ് വരുന്നത്. സോ അത്രയും നേരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സമയമുണ്ട്. സോ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മാത്രം നാളെ ട്രേഡ് എടുക്കുന്നുള്ളൂ. പിന്നെ വെനസ്ഡേയുടെ കേസിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരിക്കും. ആൻഡ് അതുമാത്രമല്ല, വെനസ്ഡേ FOMC ആണ്. FOMC ഉള്ള ദിവസം ഞാൻ ആക്ച്വലി ന്യൂയോർക്ക് സെഷൻ ട്രേഡ് എടുക്കുന്നില്ല. സോ FOMC ഉള്ള ദിവസമാണ് വെനസ്ഡേ. അതുകൊണ്ട് ഞാൻ അന്ന് സ്കിപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഫ്രണ്ട്സ്, വേറെ കുറേ ഫ്രണ്ട്സ് 30th കല്യാണം ആയതുകൊണ്ട് കൂടുന്നുണ്ട്. സോ ഐ വുഡൻ ബി ട്രേഡിങ് ഓൺ വെനസ്ഡേ. സോ നാളെ എനിക്ക് സിറ്റുവേഷൻ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആണെങ്കിൽ മാത്രം ഞാൻ നാളെ ട്രേഡ് എടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നാളെയും കൂടെ സ്കിപ്പ് ചെയ്യും. സോ തേഴ്സ്ഡേ അല്ലെങ്കിൽ 30th കല്യാണത്തിന് ശേഷം അതും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ബിസി ആയിട്ട് നിൽക്കുവാണ്, പല കാര്യങ്ങളിൽ ഓടുവാണെങ്കിൽ, അല്ലെങ്കിൽ ചാർട്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്സ്. ചുമ്മാ പൈസ കളയാനുണ്ടല്ലോ, റിസ്ക് ചുമ്മാ എടുത്ത് അനാവശ്യമായിട്ട് കുളമാക്കണ്ട. നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ജോബ് എന്നുള്ള സെൻസിൽ തന്നെ ചാർട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടേക്ക് എ ട്രേഡ്. ഇഫ് നോട്ട്, ജസ്റ്റ് സ്റ്റേ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. ഇതാണ് ഞാൻ നോർമലി എടുക്കാറുള്ള ഒരു സ്റ്റാൻസ്. കാരണം ഞാനിങ്ങനെ നേരത്തെ എടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫോണിൽ തന്നെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അന്നേരം പ്രോപ്പറായിട്ട് അങ്ങ് അനലൈസ് ചെയ്യത്തില്ല. ജസ്റ്റ് റെക്ലെസ് ആയിട്ട് പ്രോപ്പർ അനാലിസിസ് ഇല്ലാതെ ജസ്റ്റ് അങ്ങോട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് കാണുന്നോട്ട് അങ്ങ് കയറും. പിന്നെ ലോസ് അടിക്കും. പിന്നെ അതിൻ്റെ റിഗ്രറ്റും ക്യാരി ചെയ്തിട്ട് വേണം ട്രാവൽ ചെയ്യാൻ. സോ ഇറ്റ്സ് ബെറ്റർ ടു നോട്ട് ട്രേഡ് ഡ്യൂറിങ് ട്രാവലിംഗ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇറങ്ങി നടന്നാണ്ട് വെറുതെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ നടക്കുമായിരിക്കും. നടക്കണമല്ലോ. അതെ അതെ, നടക്കും.
പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ ലാൻഡ് ആയതേ ഉള്ളൂ. ഇന്ന് രാവിലെയാണ് വന്നത്. രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്തിങ്ങ് പോന്നു. രാവിലെ സ്റ്റേ ചെയ്തിട്ട് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോരാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. കാരണം നാളെയാണ് വെഡ്ഡിങ്. അപ്പം വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കളയണ്ടെന്ന് ഓർത്തിട്ട് രാത്രി തന്നെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിങ്ങ് പോന്നു. ആൻഡ് ഏർലി മോർണിംഗ് ആണ് ഇവിടെ എത്തിയത്. ആൻഡ് എൻ്റെ ക്യാമറയൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്. ഐ ജസ്റ്റ് ഷോ യു ദാറ്റ്. പിന്നെ നാളത്തെ വെഡ്ഡിങ്ങിൻ്റെ പരിപാടിയുണ്ട്. ഇന്ന് വൈകിട്ടും പ്രോഗ്രാമുണ്ട്. സോ അതിൻ്റെ തിരക്കായിരിക്കും. ഇനി ഞാൻ ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. ഇന്ന് നിങ്ങൾക്കറിയാം FOMC ആണ് ഇന്ന്. അപ്പം AM സെഷൻസിൽ ട്രേഡൊന്നും ഞാൻ നോക്കുന്നില്ല. ഇന്നലെ ഞാൻ 2 ട്രേഡ് ആക്ച്വലി എടുത്തു. 2 ഗോൾഡിലാണ് എടുത്തത്. ആദ്യത്തെ ട്രേഡ് എൻട്രി എടുത്തു. 10 o'clock മുന്നേ ആയിരുന്നു എൻട്രി എടുത്തത്. പ്രൈസ് കുറച്ചൊന്ന് മൂവ് ചെയ്തിട്ട് ഫ്ലിപ്പ് ചെയ്ത് മേളിൽ പോയി എന്നെ ഇറക്കി വിട്ടിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഡയറക്ഷനിൽ തന്നെ താഴത്തേക്ക് തന്നെ പോയി. താഴെ ഞാനൊരു ബ്രേക്ക് ഈവൻ ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. സോ അവിടെ പോയി ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ഫ്ലിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ എൻ്റെ കൺഫർമേഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മേളിലേക്ക് ഒരു ട്രേഡ് അവിടെ ബയസ് ഫ്ലിപ്പായി, അല്ലെങ്കിൽ ഒരു കീ ലെവൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു കൺഫർമേഷൻ തന്നുകൊണ്ട് ഞാൻ മേളിലേക്ക് ഒരു ട്രേഡ് എടുത്തു, വിച്ച് ഡെഡ് വർക്ക് ഔട്ട്. ഞാൻ ഫുള്ളി അത് 1:2 ക്ലോസ് ചെയ്തില്ല. 1:1.5 സംതിങ് ആണ് ഞാൻ ബുക്ക് ചെയ്തത്. സോ ഫസ്റ്റ് ട്രേഡിൽ ഒരു $200 പോയി. സെക്കൻഡ് ട്രേഡിൽ നമുക്കൊരു 300+ എടുക്കാൻ പറ്റി. സോ 1:1.5 സംതിങ് എടുത്തുള്ളൂ. കാരണം ഞാൻ അന്നേരം ഒരു ഹോട്ടലിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി തുടങ്ങുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഞാൻ അവിടെ തന്നെ ക്ലോസ് ചെയ്തു. കാരണം പോയ പൈസ റിക്കവർ ആവുകയും ചെയ്തു. ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പൈസ കൊണ്ട് എനിക്ക് $100 കൂടെ എക്സ്ട്രാ കിട്ടുകയും കൂടെ ചെയ്തു. ആൻഡ് അക്കൗണ്ട് ഇപ്പം സ്റ്റാർട്ടിംഗ് ബാലൻസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഡ്രോഡൗണിൻ്റെ മണ്ടയിലേക്ക് കയറി. കുറേ നാൾ ഡ്രോഡൗണിൻ്റെ അടിയിൽ തന്നെ ട്രാപ്പായിട്ട് എടുക്കുമായിരുന്നു. ഓൾമോസ്റ്റ് ഡ്രോഡൗണിൻ്റെ മണ്ടയിലേക്ക് കയറും, എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി പോകും. അങ്ങനെ ഒരു റിപ്പീറ്റഡ് സൈക്കിളിലായിരുന്നു. ഞാൻ ഇന്നലെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഓർത്തു. ബട്ട് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, സെറ്റപ്പ് ക്ലിയർ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കയറി. സോ വി ആർ അപ്പ് ബൈ $40 സംതിങ്. സോ ഡ്രോഡൗണിൻ്റെ മണ്ടയിലേക്ക് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്. സോ ഈ ആഴ്ച ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ വിൽ ബി ടേക്കിംഗ് ട്രേഡ്സ് ടുമോറോ. അത് നോക്കിയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം വേറെ കുറച്ച് പരിപാടി കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ ചാർട്ട് വാച്ച് ചെയ്യണം, എനിക്ക് മാർക്കറ്റിൽ കയറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. സോ ഐ മൈറ്റ് നോട്ട് ട്രേഡ് ടുമോറോ. കാരണം ആഫ്റ്റർ പാർട്ടി ആയിരിക്കും, വെഡ്ഡിങ്ങിൻ്റെ ആഫ്റ്റർ പാർട്ടി ആയിരിക്കും. സോ യാ, എനിവേസ് ഇന്നും നാളെയും ചിലപ്പം ട്രേഡ്സ് ഒന്നും കാണത്തില്ല. ഇന്ന് എന്നാ ഒന്നും എടുക്കുന്നില്ല, FOMC ആയതുകൊണ്ട്. നാളത്തെ കേസ് നാളെ എടുക്കത്തില്ലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച കൂടെ ഉള്ളൂ. സോ ദാറ്റ് എൻഡ്സ് ദിസ് ഹോൾ ജൂലൈ മന്ത്. പിന്നെ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇറ്റ്സ് എ ന്യൂ മന്ത് ആൻഡ് ന്യൂ ബിഗിനിങ്. സോ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ കറൻറ്റ് പ്ലാൻ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുതിയ ക്യാമറ കാണിച്ചു തരാം. 2 വർഷത്തിന് മുന്നേ ഞാനൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. അതിനകത്ത് ഞാൻ ഒരു ക്യാമറ വാങ്ങുവാണെങ്കിൽ DJയുടെ പോക്കറ്റ് ക്യാമറ വാങ്ങുമെന്ന് ഞാൻ എഴുതി വെച്ചിരുന്നു. ആൻഡ് കോണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം അന്നത് അഫോർഡബിൾ ആയിരുന്നില്ല. പിന്നീട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഐഫോൺ ലെൻഡ് ചെയ്തിട്ട് അതിലാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിനുശേഷം എൻ്റെ വേറെ ഫോൺ ഞാൻ വാങ്ങുകയും, ഒരു ആൻഡ്രോയിഡ് ഫോണ്, ബട്ട് ദ ക്വാളിറ്റി ഈസ് ഗുഡ്. സോ ഇതിലാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ഇതുവരെയായിട്ടും ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നത്. ആൻഡ് നൗ ഫൈനലി ഐ ജസ്റ്റ് ബോട്ട് മൈ ഡ്രീം ക്യാമറ, DJI Pocket 4. ഞാൻ ക്രിയേറ്റർ കോംബോ അല്ല എടുത്തത്, ഞാൻ സ്റ്റാൻഡേർഡ് കോംബോ തന്നെയാണ് എടുത്തത്. ആദ്യം ക്രിയേറ്റർ കോംബോ എടുക്കാനായിരുന്നു പ്ലാൻ. പിന്നെ ഞാൻ നോക്കിയിട്ട് സ്റ്റാൻഡേർഡ് എടുത്തിട്ട് ബാക്കി ആക്സസറീസും കൂടെ ആഡ് ചെയ്താൽ മതി, വിച്ച് വാസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. ഞാൻ ഇപ്പോൾ കുറച്ചധികം ആക്സസറീസും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ജസ്റ്റ് ഷോ യു ദാറ്റ്. സോ ആ ഡ്രീം അങ്ങ് ഫുൾഫില്ലായി. ഐ ഹാവ് ടിക്ഡ് ഇറ്റ് ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ്. ആൻഡ് കുറച്ചധികം കാര്യങ്ങൾ ഇപ്പം ആക്ച്വലി നടക്കുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ സച്ച് തിങ്സ് ഹാപ്പനിങ്. ആൻഡ് പയ്യെ പ്രോഗ്രസ് ആവുന്നുണ്ട്. എല്ലാം കൊണ്ടും ബെറ്ററായി വരുന്നുണ്ട്. ലൈഫ് ഈസ് ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ്. സോ യാ, ഐ എം സോ ഹാപ്പി ആൻഡ് ഐ വിൽ ബി റെക്കോർഡിംഗ് മോർ വീഡിയോസ് വിത്ത് ദിസ് ക്യാമറ ഫ്രം ഹിയർ ഓൺ. ഇതിനകത്ത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് ഷൂട്ട് ചെയ്യാം. അതായത് ലാൻഡ്സ്കേപ്പ് ആയിട്ടും പോർട്രേറ്റ് ആയിട്ടും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സോ ഷോർട്സ് ആയിട്ടാണേലും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനാണെങ്കിലും വ്ളോഗ്സ് ആയിട്ടാണേലും ഐ വിൽ ബി റെക്കോർഡിംഗ് ഫ്രം ദിസ് ക്യാമറ ഫ്രം നൗ ഓൺ. സോ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ആക്ടിവേഷനൊക്കെ കഴിഞ്ഞു. സോ ലെറ്റ്സ് റെക്കോർഡ് എ വീഡിയോ. സോ ഈ ഗിംബൽ തിരിയുന്നുണ്ടോ? ഇറ്റ്സ് സോ കൂൾ മാൻ. ലെറ്റ് മീ സീ.
സ്റ്റാൻഡേർഡ് 16. സോ ഇത് ഫോട്ടോ മോഡിലാണ് കിടക്കുന്നത്. ലെറ്റ്സ് സ്വിച്ച് ഇറ്റ് വീഡിയോ മോഡ് ആൻഡ് ഷോ ഇറ്റ് ടു യു ഗൈസ്. ഇവിടെ ആക്റ്റീവ് ട്രാക്കിംഗ് എന്നുള്ള ഫീച്ചറുണ്ട്. ഇതെടുത്താൽ ഓട്ടോ ഫേസ് ഡിറ്റക്റ്റ് ആക്കിയിട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ എത്രയും എൻ്റെ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് ഫോക്കസ് കിട്ടുന്നില്ല. ബട്ട് ലെറ്റ് മീ ഷോ യു സംതിങ്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ഫേസ് ട്രാക്ക് ചെയ്യും. ഡിറ്റക്റ്റിംഗ് എന്ന് കാണിക്കുക. ഇപ്പോൾ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ മൂവ് ചെയ്യുമ്പോഴത്തേനും ആ ഗിംബൽ അതിനനുസരിച്ച് മൂവ് ചെയ്യും. സി സോ ദീസ് ഫീച്ചേഴ്സ് ആർ റിയലി കൂൾ. ഇത് കാരണമാണ് ഞാൻ ആക്ച്വലി ഈ ക്യാമറ എടുക്കാൻ നോക്കുന്നത്. ഞാനിപ്പോൾ എങ്ങോട്ട് എനിക്ക് നടന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എങ്ങോട്ട് മൂവ് ചെയ്താലും ആക്ച്വലി ക്യാമറ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട്. സി ഇറ്റ് വിൽ ബി സോ നൈസ് ടു പ്ലേ അറൗണ്ട് വിത്ത് ദിസ് തിങ്. സോ ഇപ്പോൾ ഞാൻ ചാർജിങ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പവർ ബാങ്ക് എന്ന് പറഞ്ഞത്. പവർ ബാങ്കിൻ്റെ ചാർജാണ് ഇപ്പോൾ കാണിക്കുന്നത് 76%. സോ നമുക്കിവിടെ 46% ആണ് കാണിക്കുന്നത്. സോ ഐം ജസ്റ്റ് ഗോണ എൻഡ് ദ റെക്കോർഡിംഗ് നൗ. ഇത് നമുക്ക് പോർട്രേറ്റ് ആയിട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഹാവ് ടു ഫ്ലിപ്പ് ദ സ്ക്രീൻ ആൻഡ് ഇവിടെ കണ്ടിന്യൂ കൊടുക്കണം, അല്ലെങ്കിൽ പവർ ഓഫ് ആയി പോകും. നൗ ഇറ്റ്സ് ഇൻ പോർട്രേറ്റ് മോഡ്. അപ്പോൾ എനിക്കിപ്പം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് എടുക്കണമെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് ഡൂ ദിസ് തിങ്. സോ ഹാൻഡിയാണ്, കൊള്ളാം, രസമുണ്ട്. പയ്യെ പഠിച്ചെടുക്കണം. കുറച്ചധികം ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് പഠിക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ലെറ്റ്സ് സീ. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ, ക്യാമറയുടെ കൂട്ടത്തിൽ എനിക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് ഐറ്റംസ്. ഇതിനകത്ത് പകുതിയും എൻ്റെ ഫ്രണ്ട്സ് സ്പോൺസർ ചെയ്തതാണ്. സോ ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഹാവ് സച്ച് ഫ്രണ്ട്സ്. അവന്മാർ പുറത്തുനിന്ന് വന്നപ്പോഴത്തേനും കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നു. ആൻഡ് ഒരു 256 മെമ്മറി കാർഡ്, മൈക്രോ SD കാർഡ് ലെക്സറിൻ്റെ. ആൻഡ് ദിസ് ഇസ് സെപ്പറേറ്റ് ലൈറ്റ്. ഇതിപ്പം നമ്മൾ ക്രിയേറ്റർ കോംബോ എടുത്താൽ അതിനകത്തൊരു സിംഗിൾ ലൈറ്റ് കിട്ടും. ഇതിപ്പം 2 ലൈറ്റ് വരുന്ന രീതിയിൽ ഒരു തേർഡ് പാർട്ടി ആക്സസറി വാങ്ങിച്ചാണ്. സോ ദിസ് ഇസ് എ സ്മോൾ സ്റ്റാൻഡ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. ആൻഡ് ഇതൊരു ട്രൈപോഡാണ്. ഇത് പവർ ബാങ്ക് വരും. പവർ ബാങ്കിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി ട്രൈപോഡ് ഇതുണ്ട്. ഇതിപ്പം ക്യാമറയിലാണെങ്കിലും അറ്റാച്ച് ചെയ്യാം. ക്യാമറയ്ക്കകത്ത് ഇങ്ങനൊരു സാധനോട് വരുന്നുണ്ട്. സോ ഇത് ക്യാമറയുടെ അടിയിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൈപോഡ് ഇതിലേക്ക് കണക്ട് ചെയ്താക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട്. ആൻഡ് ഇത് ND ഫിൽറ്റേഴ്സാണ്. ആൻഡ് ദിസ് ഇസ് എ വൈഡ് ആംഗിൾ ലെൻസ്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിപ്പോൾ DJയുടെ മൈക്ക് 3. ഇത് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞ് വാങ്ങിപ്പിച്ചാണ്. സോ ക്രിയേറ്റർ കോംബോയ്ക്കകത്ത് DJയുടെ മൈക്ക് 3 വരുന്നുണ്ടായിരുന്നു. സോ ദിസ് ഇസ് എവറിത്തിങ് ദാറ്റ് ഗോസ് വിത്ത് ദ ക്യാമറ. വെഡ്ഡിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. സോ ഇനി അവനെ അവൻ്റെ വഴിക്ക് വിടുകയാണ്. ഞങ്ങൾക്ക് ഒരു ആഫ്റ്റർ പാർട്ടിയും കൂടെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വി ഹാവ് ബുക്ക്ഡ് എ പ്രോപ്പർട്ടി അറ്റ് അയ്യപ്പൻ കോവിൽ. ഇച്ചിരി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള
ഒരു പ്രോപ്പർട്ടി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് ചില്ല് ചെയ്യണം. ഇന്ന് ഞാൻ ട്രേഡ്സ് ഒന്നും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ പരിപാടിയുടെ തിരക്കിനകത്ത് ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യാതെ ഞാൻ അവിടെ ചാർട്ടും വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. സോ ഐ എം നോട്ട് ടേക്കിംഗ് എനി ട്രേഡ്സ് ടുഡേ ഓൾസോ. നാളെ വെള്ളിയാഴ്ച, ദാറ്റ് വിൽ ബി ദ ഫൈനൽ ഡേ ഓഫ് ദിസ് വീക്ക് ഫോർ ട്രേഡിങ്. അപ്പോൾ നാളെ മാത്രം ട്രേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് ക്യാമറ എടുക്കുന്നുണ്ട്. സോ വി മൈറ്റ് ഓൾസോ റെക്കോർഡ് സം തിങ്സ്. ആൻഡ് ജസ്റ്റ് കിട്ടിയതുള്ളൂ. ഇന്നലെ എനിക്കിത് ട്രയൽ ചെയ്യാൻ പോലും പറ്റിയില്ല, തിരക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരവും പരിപാടി ഉണ്ടായിരുന്നു, പിന്നെ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ടി കൂടെ വന്നു. സോ എനിവേസ് എവറിത്തിങ് ഈസ് ഫൈൻ ആൻഡ് എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ച് ടീച്ചേഴ്സിനെയും പരിചയപ്പെടാൻ പറ്റി, നേരത്തെ ഉണ്ടായിരുന്നു. സോ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. സോ ഈ ആഴ്ച ഞാൻ 2 days ട്രേഡ് എടുത്തു, മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ FOMC ആയതുകൊണ്ട് എടുത്തില്ല. ആൻഡ് തേഴ്സ്ഡേ ഇന്ന് ബിസി ആയതുകൊണ്ടും എടുക്കുന്നില്ല. സി സംടൈംസ് വെൻ യു ആർ ബിസി ഇറ്റ്സ് ബെറ്റർ ടു എൻജോയ് ദാറ്റ് പർട്ടിക്കുലർ മൊമെൻറ്റ് ദാൻ ടു ടേക്ക് ട്രേഡ്സ്. ചാർട്ടിനകത്തുള്ളൊരു ഒബ്സെഷൻ ഉണ്ടല്ലോ, അതങ്ങ് റിമൂവ് ചെയ്തെടുക്കണം. ആൻഡ് ഐ നീഡ് ടു എൻജോയ് ലൈഫ് എന്നുള്ള ഡിസിഷൻ എടുത്തേ പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണേലും അങ്ങനെ ചാർട്ട് വാച്ച് ചെയ്യാൻ സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് തിരക്കായിട്ട് പോകുന്ന സമയത്ത് വെറുതെ ഒരു ട്രേഡ് എടുക്കണം എന്നുള്ളൊരു തോട്ട് വെച്ചിട്ട് ഒരു ട്രേഡിനകത്ത് കയറാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ പഠിച്ച ലെസൺ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. നോട്ട് ടേക്കിംഗ് എനി ട്രേഡ്സ് ടുഡേ. And we are at this property right now. അയ്യപ്പൻകോവിലാണ്. ആൻഡ് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നത്, അതുകൊണ്ട് വ്യൂസ് ഒന്നും കാണാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. അമ്മയുടെ താഴെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ദേർ. സോ ഈ ആഴ്ച ആകെ 2 ട്രേഡ് വെച്ച് നിർത്തേണ്ടി വന്നു. വെള്ളിയാഴ്ച ഞാൻ ആക്ച്വലി റെക്കോർഡ് ചെയ്തതേ ഉള്ളൂ. വന്ന് വീട്ടിൽ കയറിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെയാണ് വന്നത്. അതിനുശേഷം വൈകുന്നേരം ഇരുന്നെങ്കിൽ പോലും ട്രേഡ്സ് ഒന്നും അതുപോലെ തന്നെ കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു ഐഡിയ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ അതിനകത്ത് കയറിയില്ല. സോ വി ആർ എൻഡിങ് ദിസ് വീക്ക് വിത്ത് 3 ട്രേഡ്സ്. അതിനകത്ത് 2 വിന്നും 1 ലോസും ആയിരുന്നു. ആൻഡ് മൈ അക്കൗണ്ട് ബാലൻസ് ഇസ് കറൻ്റ്ലി ബാക്ക് അബവ് ഡ്രോ ഡൗൺ. നേരത്തെ ഡ്രോ ഡൗണിൻ്റെ താഴെ ലോക്കായി കിടക്കുമായിരുന്നു. കയറും ഇറങ്ങും ഒരു സെറ്റപ്പിൽ തന്നെയായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ബാക്ക് അബവ് ഡ്രോ ഡൗൺ. സോ അടുത്ത ആഴ്ച നല്ല ട്രേഡ് സെറ്റപ്പ്സ് കാണുമ്പം എടുത്ത് അതിനെ വീണ്ടും റിഫൈൻ ചെയ്യണം.
I'll be making more vlogs soon. So എല്ലാ ആഴ്ചയും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം റെക്കോർഡ് ചെയ്ത് വീക്ക്ലി വീഡിയോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് വി ആർ ഓൾസോ പ്ലാനിങ് ഓൺ ടു ഡു എ ട്രിപ്പ്. അതിൻ്റെ കൺഫർമേഷൻ ആകുന്നേ ഉള്ളൂ. സോ ആ കൂട്ടത്തിൽ ട്രാവൽ പ്ലസ് ട്രേഡ് എന്നുള്ള സെറ്റപ്പിലും വ്ളോഗ്സ് ചെയ്യുന്നതായിരിക്കും. സോ ഐ ബി പോസ്റ്റിംഗ് മോർ വീഡിയോസ്. ഇപ്പം ക്യാമറ കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഐ ഷുഡൻ ബി മേക്കിംഗ് എക്സ്ക്യൂസസ്. I should make more videos. So thanks for watching till the end, and see you soon.